ഞങ്ങൾ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റൊന്നുമില്ല തോൽവി. ബി ജെ പിയുടെ ഇതിനു മുമ്പ് ഷാഫി 3 പ്രാവശ്യം ഷാഫിയാണ്. ഞങ്ങളെന്തോ ജയിച്ച സീറ്റ് തോറ്റ പോലെയാണ് നിങ്ങൾ കണക്കാക്കുന്നത്. ഈ ജയിച്ച സീറ്റ് തോറ്റ പോലെയാണ്. ഞങ്ങൾ അടിത്തറയ്ക്ക് ഒരു കോട്ടവുമില്ല. ഞങ്ങൾ അടിത്തറ വളരെ ശക്തമാണ്. ഞങ്ങൾ 40,000 വോട്ട് വാങ്ങിച്ച് പാലക്കാട് നഗരസഭയ്ക്കകത്തും മണ്ഡലത്തിൽ ശക്തമാണ്. അതിനെന്താ ഇപ്പോൾ ഉള്ളത്? 1950 മുതൽ ജനസംഘത്തിന് കൗൺസിലറുള്ള ഈ സ്ഥലത്ത് ഇത്തവണയെങ്കിലും ജയിച്ച് കയറുമെന്നുള്ള പ്രതീക്ഷ പൊതുവെ ദേശീയ നേതൃത്വത്തിന് പോലും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കോട്ടകളിൽ പോലും വോട്ട് ചിതറിപ്പോയൊരു സാഹചര്യം ഉണ്ടായി. എവിടെയാണ് വീഴ്ച പറ്റിയത്? അത് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോഴല്ല പരിശോധിക്കുക. ഇവിടെ വെച്ച് ചാനലിൻ്റെ മുമ്പത്തേലും പരിശോധിക്കുക. ഇന്നലെ റിസൾട്ട് വന്നിട്ടുള്ളൂ. ഒന്ന് പരിശോധിക്കട്ടെ. കൗൺസിലർമാരൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നാണ് പറയുന്നത്. അങ്ങാടി തോറ്റാൽ അമ്മയോട് ആർക്കും വേണ്ട, അതാർക്കും വേണ്ട. അങ്ങാടി തോറ്റാൽ അങ്ങാടി നോക്കിയാൽ മതി, അത് അമ്മയോട് കാട്ടും. രഘുനാഥിൻ്റെ ബൂത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബൂത്തിൽ, എൻ്റെ ബൂത്തിൽ 822 വോട്ട് പോൾ ചെയ്തപ്പോൾ 666 വോട്ട് എൻ്റെ പാർട്ടിക്കാണ്. രഘുനാഥിന് പറ്റുമോ? അയാളുടെ ബൂത്തിൽ രഘുനാഥിന് പറ്റുമോ? അയാളുടെ ഉത്തരവാദിത്തമല്ലേ ഇത് ചലിപ്പിക്കേണ്ടത്. അയാൾക്കത് പറ്റിയില്ലെങ്കിൽ അയാൾ സാധനം രാജിവെക്കണം. അതല്ലേ രഘുനാഥ് കൗൺസിലർമാരുടെ ചീത്ത പോലെയാണ്. കൗൺസിലർമാർ വളരെ പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജയിച്ചതാണ്. ആരും ഔദാര്യം കൊണ്ടൊന്നുമില്ല. പാർട്ടിയുടെ പിന്തുണയും കൗൺസിലർമാരുടെ അധ്വാനമാണ് ചെയ്യാം. ഇത് രഘുനാഥിൻ്റെ അധ്വാനം ഇവിടെ ഒന്നുമില്ല. ഈ നഗരസഭാ ഭരണത്തിന്റെ ഒരു പ്രശ്നമാണ് എന്നുള്ളത് പറയുന്നുണ്ട്. നഗരസഭാ ഭരണം ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരു കളവുമില്ലാതെ വികസന രംഗത്ത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രമീള സുധീരന് സാധിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് ഇപ്പോൾ കേന്ദ്രം നിശ്ചയിക്കുന്ന, ലോക്സഭയിൽ നിശ്ചയിക്കുന്ന ബില്ലുകൾ തടയാൻ ഈ പിണറായി വിജയനോ KD സതീശനോ സാധിക്കുമോ? നടപ്പാക്കണ്ടേ? കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം, പാലക്കാട് നഗരസഭ തീരുമാനം നടപ്പാക്കണം. അവർ ഞങ്ങൾക്ക് തരുന്ന ഗ്രാൻറ്റുകൾ തരുന്നില്ല. അതിനാണ് UDF കേരളം മുഴുവൻ സമരം നടത്തിയത്. UDF കൗൺസിലേഴ്സ് പിണറായി വിജയനും MP രാജേഷും പാലക്കാട് നഗരസഭയെ നെക്കിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ഇപ്പോൾ പറയേണ്ടതല്ല. കഴിഞ്ഞില്ല, ഇലക്ഷൻ കഴിഞ്ഞില്ല. ഞങ്ങൾ തോൽവി സമ്മതിക്കുന്നു, ജനവിധി അംഗീകരിക്കുന്നു. ഒന്നും കണ്ട് മടുത്ത ഒരാളിനെ സ്ഥാനാർത്ഥിയായി പലരും ചോദിച്ചിരുന്നു. ഇയാളല്ലാതെ വേറെ ആളില്ല എന്നൊക്കെ പല വോട്ടർമാരും ചോദിച്ചിരുന്നു. അങ്ങനെയൊക്കെ ചോദ്യം ശിവരാജേട്ടന് നേരിട്ടില്ലായിരുന്നു. അതൊന്നും എന്നെ പ്രസക്തിയില്ല. ഞങ്ങൾ പറയേണ്ടത് നേതൃത്വത്തോട് സ്ഥാനാർത്ഥിക്ക് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനെ കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഈ പാലക്കാട് നഗരത്തിൻ്റെ അതിർത്തി അറിയും. ഈ രഘുനാഥ് പറഞ്ഞ ആൾ 6 മാസം ഇവിടെ താമസിക്കുന്നുണ്ട്, ഒരു കൊല്ലമായിട്ട്. അയാൾക്ക് പാലക്കാട് നഗരത്തോട് 4 അതിർത്തികൾ അറിയും. പാലക്കാട് നഗരത്തിലെ പ്രവർത്തകരെ അറിയും. മെട്രോ ശ്രീധരൻ മത്സരിക്കുമ്പോൾ പ്രവർത്തിച്ചതിൻ്റെ 50% പ്രവർത്തകർ നിരാശരായിരിക്കുകയാണ്. അവരെ അടക്കാൻ ഇയാൾക്ക് സാധിച്ചോ? കൃഷ്ണകുമാർ പറയുന്നത് ശിവരാജേട്ടനാണ് കൃഷ്ണകുമാറിനേക്കാൾ കൂടുതൽ തവണ മത്സരിച്ചത്. 50 തവണ ഞാൻ ജയിച്ചിട്ടുണ്ട്. ഞാൻ 7 തവണ മത്സരിച്ചിട്ട് 7 തവണയും ഞാൻ ജനങ്ങളുടെ പിന്തുണ, മുസ്ലിം സഹോദരന്മാരടക്കം എനിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവരായിട്ട് ഞാൻ ബന്ധം വളരെ ഹൃദയബന്ധം. സത്യവാങ്മൂലം ഇംഗ്ലീഷിലേക്ക് അയാൾ എന്ത് ചെയ്തു? ഞാൻ ഓഫീസിൽ പോകാറില്ല. ഇലക്ഷൻ സമയത്ത് ഓഫീസിൽ ഇരിക്കേണ്ടതല്ല ഉത്തരവാദിത്വം. വീടുകളിൽ പോകേണ്ടത് ആ പണിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ ഇലക്ഷനിൽ രഘുനാഥും ജില്ലാ പ്രസിഡന്റ് എന്ന ഉത്തരവാദിത്വം 59 നമ്പർ ബൂത്തിൻ്റെയാണ്. ഞാൻ 59 നമ്പർ പാലക്കാട് മണ്ഡലത്തിലെ ബൂത്തിൻ്റെയാണ്. അത് എൻ്റെ ബൂത്താണ്, ഓൺ ബൂത്ത്. എന്നെ സഹായിക്കാൻ പത്തനംതിട്ടത്താൾ, കോഴിക്കോട്ടത്താൾ, കോട്ടയത്താളൊക്കെ എൻ്റെ ബൂത്തിലുണ്ട്. ഞാൻ പോയാലേ എനിക്ക് വോട്ട് കിട്ടുള്ളൂ. 822 വോട്ട് പോൾ ചെയ്തപ്പോൾ അതിൽ 80% വോട്ട് BJPക്ക് വാങ്ങിയ ആളാണ് ഞാൻ. ഇത് കേരളത്തിൽ ഏതെങ്കിലും BJP നേതാക്കന്മാർക്ക് ഈ അഭിമാനം പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നു, 80% വോട്ട് എൻ്റെ ബൂത്തിൽ വാങ്ങിയതാണ്. 88 മുതൽ ഞാൻ ജയിച്ച ശേഷം 80% കുറഞ്ഞ വോട്ടേ ഇല്ല. കഴിഞ്ഞ കൂടി കൃഷ്ണകുമാർ മത്സരിക്കുമ്പോൾ വാങ്ങിയതിനും വെച്ച് 40 വോട്ട് കൂടുതലെത്തണം. ലോക്സഭയ്ക്ക് മത്സരിക്കുമ്പോൾ മത്സരിച്ച് കുറെ ആൾക്കാർ രക്ഷപ്രഭുക്കളായി പറയുന്നത്, അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ? എനിക്കറിയില്ല.
ഞാൻ ആരും കേട്ടിട്ടില്ല, എനിക്കറിയില്ല, അറിയാതെ. അല്ല, കൃഷ്ണകുമാർ പറയുന്നത് അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലമൊക്കെ ഇംഗ്ലീഷിലായതിനാൽ ശിവരാജേട്ടന് വായിച്ച് മനസ്സിലാക്കാനും കൂടി പറ്റിയില്ല. അയാൾ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അയാൾ യുവമോർച്ചയുടെ ബൂത്ത് പ്രസിഡന്റാണ്. അയാൾ എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. അയാൾ എന്ത് പറഞ്ഞു എനിക്കറിയില്ല. അഫിഡവിറ്റ് വായിക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കും താങ്കൾ വിമർശനം എന്നുള്ളതാണ്. അതെ, അത് വെച്ചാൽ അയാൾ എന്ത് വേണമെങ്കിൽ പറയാം. തോറ്റു കഴിഞ്ഞാൽ അയാൾ അങ്ങാടി തോറ്റാൽ അമ്മയോട് പറയുന്നത് ഇനി ശിവരാജേട്ടനോ പ്രമീള സുധീരനോ അഡ്വക്കേറ്റ് കൃഷ്ണദാസിനോ ആര് വേണമെങ്കിൽ പറയാം, മുനിസിപ്പാലിറ്റിയോ. അയാളുടെ ബൂത്തിൽ എത്ര വോട്ട് കമ്മിയായിട്ട് ആദ്യം നോക്കട്ടെ. ഈ സ്ഥാനാർത്ഥിയുടെ ഭാര്യയുടെ പ്രവർത്തനം വോട്ട് കുറേ ഇടയാക്കിയോ? എനിക്കതറിയില്ല, അത് നിങ്ങൾക്ക് അറിയില്ല, ഞാനറിയില്ല. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അത് കഴിഞ്ഞല്ലോ. സ്ഥാനാർത്ഥി വെച്ച് JP നട്ട സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ വേറൊരു അഭിപ്രായം നിങ്ങൾക്കില്ല. കെ സുരേന്ദ്രൻ ഇതിൽ ഉത്തരവാദിയല്ല. കെ സുരേന്ദ്രൻ ഇവിടെ ഇരുന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ വോട്ടെങ്കിലും കിട്ടിയത്. അല്ല, രഘുനാഥാണെങ്കിൽ ഇനി ഇതിൻ്റെ പിന്നിൽ പോകുമായിരുന്നു. സുരേന്ദ്രനെ എല്ലാവരും യോജിപ്പിച്ച് നല്ല എണ്ണയിട്ട ചക്രം പോലെ തിരുപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമോ അദ്ദേഹം മാറേണ്ട ആവശ്യമേ ഇല്ല. അദ്ദേഹം തന്നെ സ്ഥാനത്ത് തുടരണം. ശോഭാ സുരേന്ദ്രൻ അവസാനം ദിവസങ്ങളിലാണല്ലോ വന്നത്. നേരത്തെ വന്നിരുന്നെങ്കിൽ ഇതിന് നല്ല റിസൾട്ട് ഉണ്ടാവില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ പറഞ്ഞില്ലേ. ഞങ്ങൾക്ക് ഞാൻ ഒരു വ്യക്തിയിലും ആരാധിക്കുന്ന ആളില്ല. ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തിനെ ആരാധിക്കുന്നു. ആ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തിന് 40,000 വോട്ടേ പാലക്കാടുള്ളൂ. അത് ഞാൻ അംഗീകരിക്കുന്നു. രാഹുൽ മാങ്കുട്ടത്തെ വിജയത്തിന് ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹം പാലക്കാട് നഗരസഭയ്ക്കും ഈ മണ്ഡലത്തിൽ നല്ലത് ചെയ്യാം, ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആരും ശ്രമിച്ചിട്ടില്ല. തോറ്റ് ഞാനെന്ത് പറയും? BJPക്കാരും BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. വോട്ട് കമ്മിയായി നമ്മളെന്ത് ഉത്തരവാദിത്വം? ഈ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉത്തരവാദിത്വം സ്ഥാനാർത്ഥിയായ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ. സുരേന്ദ്രൻ രാജിവെക്കേണ്ട ആവശ്യമേ ഇല്ല. സുരേന്ദ്രൻ എന്ത് പഠിച്ചു? ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി, ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റി, ഏരിയ കമ്മിറ്റികളാണ് വോട്ടുണ്ടാക്കുന്നത്. സുരേന്ദ്രൻ എല്ലാ വീട്ടിലും കയറി വോട്ട് ചോദിക്കാൻ പറ്റില്ല. സുരേന്ദ്രൻ ഇതിന് ഉത്തരവാദിയല്ല. സുരേന്ദ്രനെ പണം നയിച്ച കാരണമാണ് ഈ വോട്ടെങ്കിലും കിട്ടിയത്. കൃഷ്ണകുമാറിന് ഉത്തരവാദിത്വം ഉണ്ടോ? നിങ്ങൾ വെറുതെ ചോദിക്കുന്നത് കഴിഞ്ഞില്ല, ആ പണി കഴിഞ്ഞില്ലേ? അതായത് കൃഷ്ണകുമാർ നേരിട്ട ഏറ്റവും വലിയ ആരോപണങ്ങളിലൊന്ന് വോട്ട് അല്ല നോട്ടാണ് താല്പര്യം എന്നുള്ള ആരോപണമാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. ശിവരാജേട്ടൻ പറഞ്ഞില്ല അങ്ങനെ ആരോപണങ്ങൾ ആർക്കും എന്ത് വേണമെങ്കിലും പറയാം. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇനി വീണ്ടും ഇലക്ഷൻ വരാൻ പോകാൻ ഈ സ്ഥാനാർത്ഥി മാറി വേറൊരു മുഖം വന്നാൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കരുതുന്നുണ്ടോ? ഞാൻ പറയുന്നത്, ഞങ്ങൾ 984 2 സീറ്റ് കിട്ടിയ പാർട്ടിയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ. ഒന്ന് ഗുജറാത്തിലെ മൊഹസിൻ AK പട്ടേലും തെലങ്കാനയിലെ ഗനംകൊണ്ടയിൽ നിന്ന് ജംഗറെട്ടിയും. വാജ്പേയി 5 ലക്ഷം വോട്ടിനാണ് ഗോളിയർ തോറ്റത്. ഇന്ന് ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് 19 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു. മഹാരാഷ്ട്രത്തിൽ കോൺഗ്രസിന് നാമാവിശേഷമാക്കി ഇതിലേക്ക് ഞങ്ങൾ അതിൽ നിന്ന് വളർന്നവരാണ്. അതുകൊണ്ട് ഇതൊക്കെ പാലക്കാട് നഗരത്തിൽ കാവി മണ്ണിലേക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ഒന്നും ഒലിച്ചു പോയിട്ട് അവിടെ തന്നെ ഉണ്ട്. മണ്ണൊന്നും ഒലിച്ചു പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. അത് നമ്മൾ പരിശോധിക്കണം. ഈ ദേശീയ തലത്തിലുള്ള ഒരു ഐക്യം, BJPക്കുള്ള ഒരു ഐക്യം കേരളത്തിലെ പാർട്ടിക്ക് ഇല്ലാത്തതല്ല ഇപ്പോഴത്തെ പ്രശ്നം. കേരളത്തിലെ പാർട്ടിക്ക് നല്ല ഐക്യം. ഈ പുറത്തുനിന്നുള്ള കുറേ ആളുകൾ വന്നിട്ട് നിങ്ങളെപ്പോലെയുള്ള മണ്ണിൽ കാലുറച്ച് നിൽക്കുന്ന നേതാക്കന്മാരെ മേലിൽ കയറി പ്രവർത്തിച്ചാണോ ഇത്തരം ഒരു തോൽവിക്ക് കാരണം? അത് നിങ്ങൾ ചാർജിലെ രഘുനാഥനോടോ സുരേന്ദ്രനോടോ ചോദിച്ചാൽ മതി. താഴെ തട്ടിലെ പ്രവർത്തകരൊന്നും വിശ്വാസത്തിൽ എടുക്കാത്ത രീതിയാണ് ഉണ്ടായതല്ലേ? അത് നിങ്ങൾ അവിടെ ചോദിച്ചാൽ മതി. ഈ കുറെ നോട്ടൊക്കെ വോട്ട് പോയല്ലോ, അതെന്താ കാരണം? നോട്ടൊക്കെ വോട്ട് പോയിട്ട് അത് കോൺഗ്രസിൻ്റെ വോട്ടായിരിക്കും. മുരളീധരൻ ഗ്രൂപ്പുകാർ നോട്ടൊക്കെ വോട്ട് ചെയ്തു. അല്ലെങ്കിൽ ഭൂരിപക്ഷം ഇന്ത്യയും കൊണ്ടുണ്ടാവും. എനിക്കറിയില്ല, ഞാൻ വോട്ട് ചെയ്തവരെ പോയി നോക്കിയിട്ടില്ല. ഈ നഗരസഭാ പരിധിയിൽ കഴിഞ്ഞ ലോക്സഭയ്ക്ക് പോലും ഏതാണ്ട് 500 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു. ഇത്തവണ 4000 വോട്ട് കുറവാണ്. അത് പഠിക്കട്ടെ, അത് പഠിക്കട്ടെ. 3-ാം സ്ഥാനത്തിലെ സ്ഥാനാർത്ഥി 2-ാം സ്ഥാനത്തിലെ കൃഷ്ണകുമാർ തമ്മിൽ വോട്ട് വ്യത്യാസം വെറും 2100 ആണ്. നേരത്തെ 13,000 ആയിരുന്നു. പ്രവർത്തിച്ച് താഴോട്ടാണ് പോകുന്നത്. നിങ്ങൾ ശരിക്കും എൻ്റെ പ്രസ്ഥാനം വലുതാ. താൻ എൻ്റെ പടി നോക്കിയാൽ മതി. എനിക്കൊന്നും അങ്ങനെ എന്നെ മക്കളാക്കിയാൽ ഞാൻ
എൻ്റെ വായി മോശം, എൻ്റെ നാവ് മോശമാണ്. താൻ തൻ്റെ പടി നോക്കിയാൽ മതി. മര്യാദക്ക് ചോദിച്ചാൽ മര്യാദ. ഞാൻ ചോദിച്ചതിനൊരു മറുപടി, 2000 വോട്ടിന്റെ വ്യത്യാസം എന്നോട് പ്രവർത്തിച്ച് ഈ രീതിയിലേക്ക് എത്തുകയാണോ? അതുണ്ടാവും, ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ അതൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ തരണം ചെയ്യും. ഇനിയിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനാർത്ഥി മാറി വന്നാൽ കുറച്ചുകൂടി പുതിയ മുഖങ്ങളൊക്കെ വന്നാലേ നോക്കാതെ അപ്പം നോക്കാതെ അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ. ഇങ്ങനെ അത് പറഞ്ഞു വരുന്ന നിലവിലെ മുഖമൊക്കെ കണ്ടു മടുത്തെന്നാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ, സ്ഥാനാർത്ഥി വരട്ടെ, നമുക്ക് ജയിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഒരുപാട് സ്ഥലങ്ങളിൽ ബൂത്തുകളിലൊക്കെ പോയി. അപ്പോൾ ആരെങ്കിലും ചോദിച്ചിരുന്നോ നിങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ? മതി. അങ്ങനെ ഉണ്ടായിരുന്നോ? പ്രമീള ചേച്ചിക്കുള്ള അനുഭവം എനിക്കില്ല. അവർ നഗരസഭാ ചെയർപേഴ്സൺ, അവരോട് തുറന്ന് പറയും. എന്നോട് പലരും തുറന്ന് പറയില്ല. അത് പ്രമീള ചേച്ചി പറഞ്ഞാൽ പ്രമീള ചേച്ചിയോട് ചോദിച്ചാൽ. ഓക്കെ.